കട്ടിയുള്ള തുണിയും കട്ടിയില്ലാത്ത തുണിയും മാറ്റി മാറ്റി അടിക്കുമ്പോൾ നമ്മൾ പ്രധാന പ്രശ്നം കേട്ടോ. കാരണം സൂചിയും പല്ലും ഇതേപോലെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റി മാറ്റി അടിക്കുന്നവർക്കുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറയുന്നത് ഇത് എല്ലാ മെഷീനിലും അല്ല, ഇത് പവർ മെഷീനിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ അടിക്കുന്ന ഒരു തുണിയാണ്. തുണി അടിക്കുമ്പോൾ കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങിൽ ആ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് മൊത്തം ഉള്ളത് തുണിയിലേക്കാണ്. അപ്പോൾ നമ്മൾ റെക്സിനിലേക്ക് മാറ്റുമ്പോൾ ഇത് കണ്ടില്ല, റെക്സിനിൽ കുറച്ചടിക്കുമ്പോൾ തന്നെ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും തുണിയിൽ അടിച്ചപ്പോഴുള്ള സ്റ്റിച്ചും റെക്സിനിൽ അടിക്കുമ്പോഴുള്ള സ്റ്റിച്ചും തമ്മിൽ വ്യത്യാസം കണ്ടില്ലേ. റെക്സിനിൽ അടിച്ചപ്പോൾ വളരെ ചെറിയ സ്റ്റിച്ചായി മാറുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിന് മനസ്സിലാക്കുക തള്ളിച്ച കുറവാണ് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ആ മെഷീനിലുള്ള സൂചിക്കാലാണ്. ഈ സൂചിക്കാലിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 18 സൂചി വരെ ഇടാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഹോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് ചെറുതാണ്. ഇതിലേക്ക് ഞാൻ ഈ സൂചി ഇടുന്ന സമയത്ത് കണ്ടോ സൂചി കയറുന്നില്ല. എങ്ങനെ നമ്മൾ ഇടാൻ ശ്രമിച്ചാലും സൂചി കയറില്ല. ഇതാണെങ്കിൽ 22, 23 വരെയുള്ള സൂചി പോകുന്ന സൂചിക്കാല കണ്ടോ. ഇതിൽ സിമ്പിളായിട്ട് ആ സൂചി കയറുന്നുണ്ട്. അപ്പോൾ ഈ 2 സൂചിക്കാലും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കണ്ടോ അതിൽ നിന്ന് ഊരിയ സൂചി ഇതിലേക്ക് നമ്മൾ ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഇടാൻ കഴിയുന്നില്ല കണ്ടോ. ആ ഹോള് വലുതല്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സൂചിക്കാല് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ടിയുള്ള തുണിയിലേക്ക് നമ്മളെ ഈ മെഷീനിൻ്റെ സെറ്റിങ്സ് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ഇതിപ്പോൾ സാധാരണ തുണി അടിക്കുന്ന ഒരു മെഷീനാണ്. നമ്മളിപ്പോൾ ഇതിൽ തുണിയാണ് അധികം അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മളെ പർപ്പസിലേക്കായിട്ട് ബാഗിൻ്റെ പർപ്പസിലേക്കാക്കിയിട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കട്ടിയുള്ളതും കട്ടിയില്ലാത്ത തുണിയാണ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ഇത് ചേഞ്ച് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് സൂചിക്കാല് മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഈ സ്ക്രൂ നന്നായിട്ട് ലൂസാക്കുക. ഈ സ്ക്രൂ ലൂസാക്കിയാൽ മാത്രമാണ് നമുക്ക് ഈ സൂചിക്കാല് ഊരിയെടുക്കാൻ കഴിയുള്ളൂ. മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് സൂചിക്കാല് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി 23 സൂചി വരെ ഇടാനുള്ള സൂചിക്കാല് എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും. ആ സൂചിക്കാല് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സ്ക്രൂ നന്നായിട്ട് ലൂസാക്കി ഈ സൂചിക്കാലിൻ്റെ പിന്നെ ടൈറ്റ് ആക്കിയിട്ട് മുകളിലോട്ട് ഇതേപോലെ പൊക്കിയാൽ മതി, പൊന്തി വരും. പിന്നെ തൊട്ട താഴത്തും ഇതേപോലെ ടൈറ്റ് ആക്കിയിട്ട് വീണ്ടും കറക്കുന്ന സമയത്ത് ഈ സൂചിക്കാല് ഇതേപോലെ മുകളിലോട്ട് ഉയർന്നു വരും കേട്ടോ. ഉയർന്നു വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ സ്ക്രൂ നന്നായിട്ട് ലൂസാക്കിയിട്ട് ഈ സൂചിക്കാല് ഇങ്ങോട്ട് ഊരിയെടുത്താൽ മതി. ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളൂ. ഈ സൂചിക്കാല് വണ്ടിയിൽ ഇപ്പോൾ അത് ഈ ഹൈറ്റ് വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതോടെ സൂചിക്കാല് നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറുതായിട്ട് തള്ളി കൊടുക്കുമ്പോൾ കണ്ടോ സൂചിക്കാല് മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട്. ഇതേപോലെ ഇത് മേലോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് സൂചിക്കാല് എടുക്കാൻ കഴിയും. ഒന്നില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ സിമ്പിളായിട്ട് ഊരാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മളൊരു പ്ലെയർ വെച്ചിട്ട് മേലോട്ട് വലിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ആ സൂചിക്കാല് നമ്മൾ ഊരിയെടുത്ത്. ഈ സൂചിക്കാല് ഊരിയെടുത്തിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 23 സൂചിക്കാല് എൻ്റെ അടുത്ത് ഓൾറെഡി ഒന്നുണ്ട്. അത് നമ്മൾ അതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് താന്ന് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടിയിലേക്ക് എത്താത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കൊണ്ടൊന്ന് ചെറുതായിട്ട് മേടിക്കൊടുത്താൽ മതി. ചെറുതായിട്ട് മേടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ഇതേ പൊസിഷനിലെത്തും. ഇത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പല്ലും പ്ലേറ്റും അയച്ച് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് ഈ പല്ല് മാറ്റേണ്ട ആവശ്യകത ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് കണ്ടില്ലേ. ഇപ്പോൾ ഇത് തുണിയിലേക്കുള്ള പല്ലും പ്ലേറ്റുമാണ്. ഇതിൻ്റെ ഹോള് ചെറുതാണ്. പല്ല് 4 വരുന്നുണ്ട് മുന്നോട്ട് തള്ളാനുള്ളത്. എന്നാൽ നമ്മളെ കട്ടിയുള്ള തുണിയിലേക്ക് അടിക്കുന്ന ഇതാണ് പല്ലും പ്ലേറ്റും ആണ് ഇട്ടത്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഹോള് വലുതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ 4 ഉണ്ട് മുന്നോട്ട് തള്ളാൻ. അത് അധികം പൊന്തിക്കാൻ കഴിയില്ല നമുക്ക് ഈ പല്ലിനെ. ഇത് കണ്ടില്ല, ഇത് മാക്സിമം വലിയ ടീത്താണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ ഹോളും വലുതാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇറക്കി വെച്ച സൂചിക്കാലിൽ സൂചി ഇട്ടതിൻ്റെ ശേഷം ഷട്ടിലിൻ്റെ ഹുക്കിലേക്ക് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷട്ടിൽ ടൈമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ കൊടുക്കുക. അത് വേണ്ടവർക്ക് അത് നോക്കിയിട്ട് ഷട്ടിലിൻ്റെ ടൈമിങ്ങും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ സൂചിക്കാല് ഹുക്കിലേക്ക് കറക്റ്റ് ആ സൂചി വെച്ചതിൻ്റെ ശേഷം നമ്മൾ കറക്റ്റ് ഈ സൂചിക്കാല് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കറക്റ്റ് ടൈറ്റ് ആക്കിയതിൻ്റെ ശേഷം ആണ് പിന്നെ നമ്മൾ കൈ കൊണ്ടാണ് കറക്കി നോക്കേണ്ടത്. ഒറ്റയടിക്ക് ചവിട്ടി നോക്കരുത്. ചവിട്ടി നോക്കിയാൽ ചിലപ്പം സെറ്റിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സൂചി പൊട്ടിയിട്ട് ഷട്ടിൽ നാശമാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കണ്ടില്ല ഇതിപ്പോൾ ഞാൻ കറക്റ്റാക്കി വെച്ചിട്ട് ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ടോ. ഈ സ്ക്രൂ ഒരു കാരണവശാലും ഇളകരുത്. ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കിയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ അടിച്ച് നോക്കുന്നത്. ഇനി ഇതിൻ്റെ ടീത്തിൻ്റെ സെറ്റിങ്സ് നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.